അദ്ദേഹം പറഞ്ഞത് UDF ഒരു തീരുമാനമെടുത്താൽ ഇതേ നികുതിയായിരിക്കും. അപ്പൊ ഈ നികുതി നിയമത്തിൽ വെച്ച് പാസ്സാക്കുന്നതിന് സാധാരണ കടന്ന കൈയാണ്. പിന്നെ വളരെ ചെറിയ തടസ്സങ്ങളേ ഉള്ളൂ അത് നടപ്പിലാക്കുന്നത്. നേരെ അതിലേക്ക് പോകാൻ പറ്റും. അസംബ്ലി പാസ്സായാൽ അതെ ഫിനാൻസ് ബില്ല് അംഗീകരിച്ചു കഴിഞ്ഞാൽ സാങ്കേതികമായി വേറെ ചില തടസ്സങ്ങളൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ഫിനാൻസ് ബില്ല് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പ്രോപ്പർട്ടിയാണ്. അതെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ, അതേ പറഞ്ഞ ഇതിന്റെ ഒരു ഓർഡറോടെ വന്നാൽ മതി. ഇതൊന്ന് ഇങ്ങനെ നിയമം പാസ്സായിട്ടുണ്ട് എന്നുള്ളത് പബ്ലിഷ് ചെയ്യണം. അതൊരു സിമ്പിൾ പ്രൊസീജിയർ അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയർ അല്ലേ. അപ്പൊ ഇതിങ്ങനെ കൊണ്ട് ഇനി പാസ്സാക്കി വെച്ചിട്ട് നമ്മൾ പറഞ്ഞാലേ വിൽക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അത് പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ന്യായമാണ്. അങ്ങനെ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ പെട്ടെന്ന് നടത്താൻ പറ്റും. യഥാർത്ഥത്തിൽ ഇത് പാസ്സാക്കാതിരിക്കുകയാണ് വേണ്ടത്. അപ്പൊ അതിനകം തന്നെ UDFന്റെ ചർച്ചകൾ നടക്കുമായിരിക്കും, മറ്റ് കൺസൾട്ടേഷൻസ് ഒക്കെ നടക്കുമായിരിക്കും. ഇത് വന്നാൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ തടസ്സം മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. അങ്ങനൊരു കാര്യത്തിലേക്ക് എത്തുന്നത് വാസ്തവത്തിൽ ഈ വന്ന സ്പിരിറ്റിനെതിരാണ്. ഈ ബജറ്റിനകത്ത് ഒരു പ്രസംഗം, ബജറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് അതും നിയമം പാസ്സാവുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ബജറ്റ് സ്പീച്ചിനകത്തൊരു ഇന്റൻഷനാണ്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ത്രൂ എ പ്രോപ്പർ ലീഗൽ പ്രൊസീജിയർ ആണല്ലോ. അതിനൊരു ലെജിസ്ലേറ്റീവ് പ്രോസസ്സും പ്രൊസീജിയറും ഉണ്ട്. ആ ലെജിസ്ലേറ്റീവ് പ്രോസസ്സും പ്രൊസീജിയറും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻസ് ബില്ല് അംഗീകരിക്കുന്നതാണ്. അത് അടുത്ത ദിവസം തന്നെ ഫിനാൻസ് ബില്ല് വരും. ഫിനാൻസ് ബില്ലിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ആണുള്ളത് എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. ഫിനാൻസ് ബില്ലിനകത്ത് മറ്റു കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഈ രണ്ട് കാര്യങ്ങളുടെ ശ്രദ്ധയിലുള്ളത് എടുത്തു പറഞ്ഞാൽ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ബസ്സുകളുടെ ചെറിയൊരു നികുതി കുറവും. അപ്പം അതെല്ലാം അസംബ്ലി വന്നിട്ട് ഫിനാൻസ് ബില്ല് അസംബ്ലി വെച്ച് അസംബ്ലി പാസ്സാക്കുമ്പോൾ അത് നിയമമാകത്തുള്ളൂ. നിയമമാകുമ്പോൾ പിന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്നും അതിനൊക്കെ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതൊരു അത്ര വലിയൊരു കാര്യമല്ല, എക്സിക്യൂട്ടീവ് ആക്ടിവിറ്റിയാണ്. സഭയിലിപ്പം ഒരുപാട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ കാര്യം കൊണ്ടുവന്നതിനകത്ത് പോരായ്മ പറ്റിയെന്ന് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ട് കാണും. അതിനകത്ത് നമ്മളും അങ്ങനെ പോരായ്മ പറ്റിയെന്നു പറഞ്ഞ ഒരാളെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ഫിനാൻസ് ബില്ലിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ പറഞ്ഞതിനെല്ലാം വ്യത്യസ്തമായിട്ട് വരും. അങ്ങനെയാകുമ്പോൾ UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും മറ്റു മുന്നണി കക്ഷികളുടെ ആളുകൾ പറയുന്നതിന് വ്യത്യസ്തമായിട്ട് അവരുടെ എന്താണോ മനസ്സിൽ ഇത് വേണ്ട എന്നാണ് ചർച്ച ചെയ്യണമെന്നുള്ള ആ കാര്യം നടപ്പിലാകാതെ അല്ല. അതിനകത്ത് യാതൊരു സംശയമില്ല. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞെന്താ, ഇത് ഒപ്പിട്ടില്ല, ഇത് നടപ്പിലാക്കിയില്ല. അക്കാര്യം ഞാൻ സമ്മതിക്കുന്നു. റേറ്റുകളുടെ കാര്യമുള്ളൂ. ഒരു പെറ്റീഷൻ മന്ത്രി എന്ന നിലയിൽ എന്റെ അടുത്ത് കിട്ടിയാൽ ആ പെറ്റീഷൻ പരിശോധിക്കാൻ അയക്കും. കാരണം ഇപ്പൊ വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് നിങ്ങളൊരു പെറ്റീഷൻ എനിക്ക് വന്നു കഴിഞ്ഞാൽ ആ പെറ്റീഷൻ അവിടെ നിന്ന് ചോദിക്കാനൊക്കെ ഉള്ള അവകാശം അവർക്കുണ്ട്. ആ പെറ്റീഷൻ പരിശോധിക്കാൻ അയക്കും. പെറ്റീഷൻ പരിശോധിച്ച് കാര്യങ്ങൾ വന്നല്ലോ. 3 വർഷത്തോളം നികുതിയുടെ ചുമതലയുള്ള വകുപ്പ് മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രിയാണല്ലോ. ഈ 3 വർഷക്കാലം ഞങ്ങൾ ഇതിന് അംഗീകാരം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ, അംഗീകാരം കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടാണ്. ഞാൻ അതിനകത്ത് എന്തായാലും ഇതേപോലെ ഒട്ടൊക്കെ ശക്തമായ പ്രശ്നമൊക്കെ വരുമല്ലോ. അങ്ങനൊരു കാര്യം വന്നിട്ടും അത് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഞാനതിനകത്ത് ഒരു ചുമതലയുണ്ട്, അതിന് ഉത്തരവാദിത്വം എടുത്തു. ഞങ്ങളുടെ പാർട്ടിയും LDFും മന്ത്രിസഭയും എല്ലാവരുടെയും ചർച്ച ചെയ്തിട്ടല്ലെങ്കിലും അത്തരത്തിൽ നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ കൊടുക്കാതിരുന്നതാണെന്നുള്ള ഇപ്പൊ മുഖ്യമന്ത്രി അംഗീകരിച്ചു, ധനകാര്യമന്ത്രി അംഗീകരിച്ചു. അതിനകത്ത് അദ്ദേഹം നേരത്തെ ചർച്ച ചെയ്യുന്ന ഞങ്ങളെ കാര്യങ്ങൾ വന്നു, പരാതി വന്നു, പരിശോധിച്ചു, അല്ലെ പരിശോധിക്കാൻ പറഞ്ഞു, റേറ്റ് വന്നു, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിനെ പറ്റി ഒരു ഡെഫിനിഷൻ വന്നു. ഞങ്ങൾ അതിനകത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ് ആദ്യം കരുതുന്നത്. ഞാൻ പറയാം, എന്റെ പേഴ്സണലായിട്ട് ഉള്ള ഒബ്സർവേഷൻ പറയാം. ഞാൻ വിചാരിച്ചത്, ഞാൻ കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു ഈ മന്ത്രി ആവുന്നതിന് മുമ്പ്. അപ്പൊ കർഷക സംഘത്തിന്റെ ഒരു നിരന്തരമായ ഡിമാൻഡാണ് നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം, പഴവർഗ്ഗങ്ങള് മറ്റും. അങ്ങനെ വരുമ്പം കാർഷികോൽപ്പന്നങ്ങൾ എന്നാലും വീര്യം കുറഞ്ഞ മദ്യമായിട്ട് ആ വൈനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് നമ്മൾ ഹോർട്ടി വൈൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൽ തന്നെ ചേർത്തത്. വീര്യം കുറഞ്ഞ മദ്യമാണ് ഹോർട്ടി വൈൻ ചേർത്തത്. മറ്റു കാര്യങ്ങൾ മറ്റും ഈ നേരിട്ടുള്ള സ്പിരിറ്റിൽ നിന്നുള്ള സാധനത്തിനകത്ത് അത് വരില്ല, നമ്മൾ ഉൾപ്പെടുത്തിയില്ല. നമ്മുടെ ഇന്റൻഷൻ ഈ പറഞ്ഞ ഹോർട്ടി വൈൻ കൊണ്ട് നടപ്പിലാവും, മറ്റത് വേണ്ട എന്ന് തീരുമാനിച്ചാണ്. അതുകൊണ്ട് ഞങ്ങളത് നടപ്പിലാക്കിയില്ല എന്നുള്ളത് ഇപ്പൊ ആർക്കും സംശയമുള്ള കാര്യമല്ല. അപ്പൊ ഇത് അവര് പ്രോപ്പറായിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ. അല്ല, അപേക്ഷ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അപേക്ഷ വരുന്നു, ഇങ്ങനൊരു കാര്യങ്ങളുണ്ട്. എത്രയോ കാര്യങ്ങൾ ഗവൺമെന്റിൽ വരും അപേക്ഷ വന്ന് പരിശോധിച്ചു വന്നിട്ട് അത് തീരുമാനം ഉള്ളൂ. അങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ച് വന്നാലും നമ്മൾ തീരുമാനം എടുക്കുമ്പോഴേ അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തും. അത് വന്നിട്ടില്ല എന്നുള്ളത് ഒരഭിപ്രായ വ്യത്യാസവും UDF നേതൃത്വത്തിന് മുഖ്യമന്ത്രിക്ക് തന്നെ ഇല്ല.
പിന്നെ അദ്ദേഹം അതുകൊണ്ടാണ് വേറെ ഇന്ന് നിങ്ങൾക്ക് തോന്നിക്കാണല്ലോ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റുകൾ പലതും വാസ്തവത്തിൽ അത്രയൊരു ശക്തമായിട്ട് ഇതിന് പറയാൻ പറ്റുന്ന ആർഗ്യുമെന്റ് ആയിരുന്നില്ല. ഞങ്ങള് പറയുന്നത് ഞങ്ങളുടെ ഒറ്റ കാര്യമുള്ളൂ, ഇത് ഇത്രയും കാലം കൊടുക്കാതിരുന്നത് നമുക്കിങ്ങനെ റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അറിവില്ലാത്തതുകൊണ്ടോ അല്ല, പർപ്പസ് ആയിട്ട് അത് കൊടുക്കുന്നില്ല, അങ്ങനത്തെ ഒരു വ്യാപനം വേണ്ട എന്നാലോചിച്ചുകൊണ്ടാണ്. അത് വരുന്നത് അപകടമാണെന്ന് നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നു. കാരണം ഇത് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകളെല്ലാം ഇപ്പം വിക്കിപീഡിയ നാട്ടുമ്പുറത്തൊക്കെ ഉണ്ട്, ഇതിങ്ങനെ ഇന്ന ഫ്ലേവർ ഉണ്ട്, എങ്ങനെയാണ് അത് അപകടമാവും, ഇഷ്ടം പോലെ ഒരു സോഷ്യൽ ഡ്രിങ്കിങ്ങിലേക്ക് വരും എന്നുള്ള അപകടമുണ്ട്. ആ അപകടം വേണ്ട എന്നുള്ളതാണ് പൊതുവിൽ വന്ന അഭിപ്രായം. അതനുസരിച്ച് ഇന്ന് ഞങ്ങൾ ഉന്നയിച്ച കാര്യം അസംബ്ലിയിൽ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഉന്നയിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ അതുവഴി ചർച്ചകളൊക്കെ വന്നിട്ടാണല്ലോ, പൊതു പബ്ലിക് ഒപ്പീനിയനായിട്ട് ഇത് വന്നിട്ടുണ്ട്. അത് ന്യായമായൊരു പ്രശ്നമായിരുന്നു. അത് അസംബ്ലിക്കകത്ത് ആ കാര്യത്തിലൊരു മെച്ചം വന്നിട്ടുണ്ട്. പൊതുവിൽ ബഡ്ജറ്റ് സംബന്ധിച്ച് അദ്ദേഹം എല്ലാം നല്ല പ്രതീക്ഷകളെന്ന നില അദ്ദേഹം ബഡ്ജറ്റ് സംബന്ധിച്ച് പറഞ്ഞെല്ലാം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാര്യം പറയട്ടെ, നല്ല കാര്യം നടക്കട്ടെ. നല്ല കാര്യം നടക്കുകയാണെങ്കിൽ നമുക്കെല്ലാം സന്തോഷമല്ലേ കേരളത്തിന് വേണ്ടി. പക്ഷെ നടത്തിയെടുത്തോളം കാര്യങ്ങൾ അത്രയും നല്ലതായിട്ടല്ല ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അത് അദ്ദേഹം പറഞ്ഞു. നമ്മളും ആ കാര്യത്തിനകത്ത് മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താ, ഞങ്ങളന്ന് ഒപ്പിട്ടത് ഈ പറഞ്ഞ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അത് 1500 കോടി തരാനുള്ളത് തരണമെങ്കിൽ ഇങ്ങോട്ട് ഒപ്പിടണമെന്ന് പറഞ്ഞു. അപ്പം മനസ്സോടെ ആയാലും ഒപ്പിടേണ്ടി വന്നു. ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നയപരമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് പറഞ്ഞല്ലോ. ഇന്ന് പിണറായി സാഹിബ് ഓപ്പണായിട്ട് പറഞ്ഞു ഇതുവരെ നടപ്പിലായിട്ടില്ല. സുപ്രീം കോടതി കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞു കേരളം അത് കൺഫേം ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റുന്നില്ല. ആ ഒരു സ്ഥിതിയിൽ നടപ്പിലാക്കാൻ തീരുമാനിക്കണമെങ്കിൽ ഇനി ഇവർ പോസിറ്റീവ് സ്റ്റെപ്പ് എടുക്കണം. അത് പാവപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിമാരും മറ്റു മന്ത്രിമാരും ഒക്കെ കമ്മിറ്റി വെച്ച് ഏൽപ്പിച്ചാൽ നടപ്പാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രതിസന്ധി ഉണ്ട്. അപ്പൊ നടപ്പിലാക്കാൻ പോയാൽ അപകടമാണ്. വളരെ അപകടകരമായ പ്രചരണം നടത്തിയവരില്ലേ ഇവര്. അതുകൊണ്ട് അതിനകത്തും വീണ്ടും വിചാരം ഉണ്ടാവുന്നതന്നെ നല്ലത്. വീണ്ടും വിചാരം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ശക്തമായ പ്രതിഷേധം. ഈ സഭയ്ക്കകത്ത് നിങ്ങൾക്ക് പരിമിതി അറിയാമല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾക്ക് ചില ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ പറ്റും. സംസാരിച്ച് അദ്ദേഹം അതങ്ങ് ക്ലോസ് ചെയ്യുക. സാധാരണ ഞങ്ങൾക്ക് അവിടെ പറയാൻ പറ്റത്തില്ല. എന്നിട്ടും ഞങ്ങൾ കുറച്ച് കൂടുതൽ പറയേണ്ടി വന്നു. ഞങ്ങൾക്ക് സഭയുടെ ഡെക്കറോന്നും അറിയാത്തതുകൊണ്ടല്ല, സഭയിൽ കാര്യം പറയാൻ വേണ്ടി അങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ് പിന്നെ സ്പീക്കർ സമയം അനുവദിക്കുക, അദ്ദേഹം വഴങ്ങുകയും ചെയ്തു. അദ്ദേഹം ഇവിടെ തന്നെ പറഞ്ഞെന്താ, ഈ ലെഫ്റ്റ് ജാർഗൺസ് ഒന്നും പറയണ്ട, ലെഫ്റ്റ് ജാർഗൺസ് ഒക്കെ സമ്മതിക്കാൻ വേണ്ടി അടിമകളൊന്നും അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പോളിസി ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ പറയുന്നത് എന്റെ പാർട്ടിയുടെയും കൂടെ അംഗീകാരം ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിനകത്ത് അദ്ദേഹത്തിന്റെ പാർട്ടി പൊതുവെ അംഗീകരിച്ചാണ് അദ്ദേഹം പറയാൻ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ഒരു ചർച്ച കേട്ടത്. പക്ഷെ അദ്ദേഹം ഞങ്ങൾ പ്രൈവറ്റൈസേഷനെ പറ്റി എവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചു. എവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്ത ഈ വൈറ്റ് പേപ്പറിന്റെ ആദ്യ പേജുകളിൽ തന്നെ നോക്കിയാൽ മതി. എക്സിക്യൂട്ടീവ് സമ്മറിയുടെ ലാസ്റ്റിലാണെന്നാണ് എന്റെ ഓർമ്മ. ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നില്ല, വൈദ്യുതി രംഗം സ്വകാര്യവൽക്കരിക്കണം, ഊർജ മേഖല, നമ്മളെ സംബന്ധിച്ച് ഊർജ്ജം വൈദ്യുതിയാണെന്നുള്ളത്, ഊർജ്ജ മേഖല, ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടാണ്. ഇത് ഓരോന്നും അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ക്ലിയർ ആണ്. ധവളപത്രം കൊണ്ടുവന്നത് തന്നെ അങ്ങനെ പൈസ ഉണ്ടാക്കണം. അദ്ദേഹം പറഞ്ഞില്ല ഞങ്ങൾ ഒരൊറ്റ നികുതി ഉണ്ടാക്കാതെ ഖജനാവ് നിറയ്ക്കും, നമ്മൾ ഒരാളും ജോലിക്ക് പോകുന്നില്ല, ജോലിക്ക് പോകാതെ നമ്മുടെ വരുമാനം കിട്ടും. അപ്പം ജോലിക്ക് പോകാതെ വരുമാനം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വീട്ടിലെ വല്ല സാധനം എടുത്ത് വിൽക്കണം. അപ്പൊ അങ്ങനെ അതൊക്കെ ചർച്ചകളാണ്, എന്തായാലും നടക്കട്ടെ. ഞാൻ പറഞ്ഞത് പ്രൈവറ്റൈസേഷന്റെ കാര്യത്തിൽ ആ പറഞ്ഞ കാര്യം ആളുകളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നല്ലത്. സ്വകാര്യ നിക്ഷേപത്തിന് ഞങ്ങളെതിരെയല്ല, ഞങ്ങൾ സ്വകാര്യ മൂലധനത്തിന്റെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കും. അത് പുതിയ കാര്യമല്ല. ഇന്ത്യയിലെ ഒരു സ്വതന്ത്ര രാജ്യമായ ആദ്യഘട്ടത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, കേരളത്തിലെ ആദ്യത്തെ ഇലക്ടഡ് ഗവൺമെന്റിന്റെ കാലത്ത് ഒന്നാണ് മാവൂർ ഗ്വാളിയർ റൈഡ്സ് ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങൾ. അതിനൊന്നും ഒരു തർക്കമില്ല കാര്യമില്ല. സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൊതു സംവിധാനങ്ങളെ മൊത്തം വിറ്റ് കളയരുത്, എല്ലാ പബ്ലിക് പ്രോപ്പർട്ടിയും വിറ്റ് കളയരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തീരത്തിന്റെ മുഴുവൻ അവകാശവും ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് കൊടുക്കുക, അങ്ങനത്തെ സ്വകാര്യവൽക്കരണമാണ്. പക്ഷെ വാല്യൂ ആഡഡ് സംഭവങ്ങൾ, സ്വകാര്യ മൂലധനവും കമ്പനികളും ഒക്കെ വന്നിട്ട് അവരെ കൂടെ സഹായിച്ചുകൊണ്ട് ചെയ്യുന്നതിന് ആരെ എതിര്? അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വകാര്യ മൂലധനത്തെ ഉപയോഗപ്പെടുത്തി ഇന്ന് ഡെവലപ്മെന്റ് കൊണ്ടിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? ചൈനയും വിയറ്റ്നാമും അല്ലേ? അപ്പൊ അതിനകത്ത് സംശയമില്ല ഞങ്ങൾക്ക്.